നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇഷ്ടമുള്ളത് മെലോഡിയാണ്. അവർക്ക് എനിക്ക് മനസ്സിലായത് അതാണ്. കാരണം നമ്മൾ എന്തൊക്കെ സൗണ്ടിങ് കൊണ്ടുവന്നാലും അതിൻ്റെ ഉള്ളിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ചെറിയ ഗമകങ്ങളൊക്കെ ഉള്ള അത് വരുമ്പോ ഹാപ്പിയാണ്. മെജോറിറ്റി കേട്ടോ, നോട്ട് എവ്രി വൺ, മെജോറിറ്റി. പക്ഷെ നമുക്ക് അതിൽ ഏത് കൈൻഡ് ഓഫ് അതെ അതെ മെലോഡിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു കുഞ്ഞു ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല അപ്പൊ ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ രഞ്ജിത്ത്, നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഏതൊരു മേഖല ആയിക്കോട്ടെ, ഇപ്പൊ ഇത് രഞ്ജിന്റെ മ്യൂസിക് ആണ്, ഏതൊരു വ്യക്തിക്കും ഒരാളെക്കാട്ടിലും ഇച്ചിരി മുന്നേ ആവണം എന്നുള്ള, ഏതായാലും പഠിക്കുന്നതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം എന്നുള്ള തോന്നൽ ഏതൊരു കുട്ടിക്ക് ഉണ്ടാവും. ഈവൻ അത് പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെ ഉള്ളിലെ രഞ്ജിന് ഉണ്ടാവില്ലേ, മ്യൂസിക് ഡയറക്ടർ ഐ ഷുഡ് ബിക്കം ദ ബെസ്റ്റ് എന്നൊക്കെ തോന്നാറില്ലേ? എനിക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല ചേച്ചി, എനിക്ക് എൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കണം എന്ന് എനിക്ക് ഉണ്ടാവാറ്. അത് ആ ഔട്ട്പുട്ടിലേക്ക് എത്തിയാൽ മാത്രമേ ഞാൻ ഔട്ട് ഇറക്കാറുള്ളൂ. അത് സത്യമാണ്. എനിക്കല്ലാതെ അവരെക്കാട്ടിലും എന്നുള്ള സംഭവം ചിന്തിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു കാലിബർ അറിയാം. അതിന്റെ എക്സ്ട്രീമിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ. അതാണ് അതിന്റെ ഒരു ഒരിക്കലുമില്ല. സത്യമായിട്ടില്ല. ഉണ്ടാവണം ഞാൻ വിളിച്ചറിയിക്കാം. അപ്പൊ ചുരുക്കം ഡീസന്റ് കൊച്ചാണ്. അല്ല അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഇനി നമുക്ക് ഒരു ട്രെൻഡ് മാറ്റണം എന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വേറെ രീതിയിൽ വരണം എന്നോ അങ്ങനെ എന്തെങ്കിലും? അത് അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും അത്തരം പടങ്ങളും അതിനോട് കൂടെ നിൽക്കുന്ന ഡയറക്ടേഴ്സും വന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ ട്രെൻഡ് മാറും. അത് ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ചേച്ചി, ഒരു പരിധി വരെ. കുറെയൊക്കെ പറ്റുമായിരിക്കും, എങ്കിലും ഡയറക്ടർ എക്സ്പെക്ടിൽ നിന്നും നേരെ ഉൾട്ട കൊടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഒരു ചേഞ്ച് മ്യൂസിക്കിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പാചകം ചെയ്യുന്ന പോലെ തന്നെ 4 പൊടികൾ വെച്ചിട്ടേ നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും ഒരു അതിൽ ചേരുവകളിൽ എന്ത് മാറ്റം കൊണ്ടുവന്ന ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടാവും മാത്രം ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഒരിക്കലും ചേരാത്തതിനെ ഇവിടെ ചേർക്കാനും പറ്റത്തില്ല. ബേസിക് ആയിട്ടുള്ള ചില ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് എന്തായാലും ഫിൽ ചെയ്തേ പറ്റൂ. പിന്നെ അതിൽ ഔട്ടർ ലെയറിലെങ്കിലും എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്ന് കാണുന്നവർക്ക് ഒരു വ്യത്യസ്തത എങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിക്കാം. അത് ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ പൂമുത്തോളി എന്ന് പറഞ്ഞ പാട്ട് എടുക്കാം. ആ പാട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെ വേണമെങ്കിലും അത് അറേഞ്ച് ചെയ്യാം. സിംഫോണിക് നമുക്ക് വേറെ പുറത്തുനിന്ന് വല്ല ലണ്ടൻ സ്ട്രിങ്സിനെ കൊണ്ടൊക്കെ സ്ട്രിങ്സ് വായിപ്പിക്കാം. അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അതിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആകെ ഒരു തബലയും ഫ്ലൂട്ടും മാത്രമേ ലൈവ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കോഡ് മാത്രമേ അതിൽ പോകുന്നുള്ളൂ. ഒരു ചെറിയൊരു സ്ട്രിങ്സിൻ്റെ ഒരു പാഡുകളും പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 6-7 ട്രാക്സ് ഒക്കെ അതുള്ളൂ. അപ്പോൾ അതാണ് അതിനെ വ്യത്യസ്തനാക്കിയത് ആ പാട്ടിനെ. ശരിക്കും രഞ്ജിൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിലെ മ്യൂസിക് കമ്പോസറാണ്. നമ്മുടെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നല്ല ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്ന നല്ല ലെജൻസ് ഉണ്ട് നമുക്ക് ഇപ്പോഴും. ആരെങ്കിലും രഞ്ജിനെ വിളിച്ചിട്ട് ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ നല്ലതായിട്ട് ചെയ്തു മോനെ? എനിക്ക് ഒരുപാട് പേരുടെ അപ്രിസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ മോസ്റ്റ്ലി കുറേ ഡയറക്ടേഴ്സ് ആണെങ്കിലും കുറേ എല്ലാ പാട്ടുകാരും നമ്മളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള മിക്ക പാട്ടുകാരും മ്യൂസീഷ്യൻസ്, എം ജയചന്ദ്രൻ സാർ അടക്കം നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ അപ്രിസിയേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഗോപിച്ചേട്ടൻ, ഒരുപാട് പേര്. രഞ്ജിൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തതല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു മെലഡി സോങ് ഏത്? പഴയതാണോ അതോ? ഞാൻ ഈ പറഞ്ഞ രവീന്ദ്ര മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും എല്ലാ പാട്ടുകളും പിന്നെ നമുക്ക് ഒരു മലയാളികൾക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മെലഡീസ് എല്ലാം ഇങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ടാവും. അതൊക്കെ തന്നെ ആയിരിക്കും. മേടമാസപ്പുലരി കായലിൽ ആടിയും കതിരാടിയും നിന്നീല നയന ഭാവമായി മേടമാസ പുലരി കായലിൽ. ഇങ്ങനത്തെ പാട്ട് ശരിക്കും നമുക്ക് കേട്ടാലും മതിയാവില്ല അല്ലേ? ശരിക്കും എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇങ്ങനെ രവീന്ദ്ര മാഷിനെ പോലത്തെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു പാട്ട് അല്ലേ? രവീന്ദ്ര മാഷ് മഴയത്ത് മുൻപേ മാറ്റി നിർത്താൻ വേറെ ആളില്ല അല്ലേ? അതിനൊരു എന്താ പറയാ, വേറൊരാള് വെക്കാനും എനിക്ക് തോന്നുന്നില്ല, പറ്റില്ല. അതൊക്കെ ശരിക്കും ഒരു ലെജൻസ് ആണ്. തൊട്ട മുത്താവോ എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് അവരൊക്കെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ശരിക്കും ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടില്ലേ രഞ്ജിനെ? രവീന്ദ്ര മാഷും ജോൺസൺ മാഷ് കാലഘട്ടത്തിൽ ഭീകരമായിട്ട് രവീന്ദ്ര മാഷിന് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. എന്നെ കൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ഒരു പാട്ട് പാടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും എൻ്റെ കണ്ണുനീരിൽ ഞാൻ അവിടെ ഇരുന്ന ഒറ്റടിക്കങ്ങ് പാടും. അതാണ് അത്, അല്ലെങ്കിൽ ദേവാങ്കണങ്ങൾ. അപ്പോൾ അതെനിക്ക് അത്രയും ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചെറുപ്പം തൊട്ട്. കാരണം ഞാൻ ഒരു
ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ ടേപ്പ് റെക്കോർഡറിൽ എപ്പോഴും വെച്ചിട്ടുണ്ടാവും ഈ പാട്ടിലൊക്കെ, ഇത്തരം പാട്ടിലൊക്കെ. അത് കേട്ടുകൊണ്ടാണ് എൻ്റെ ഓണറിലും അങ്ങനെ സ്കൂളിൽ പോകുന്ന വരെ ആ പാട്ടിൽ കേട്ടുകൊണ്ടായിരിക്കുന്നത്. റേഡിയോയിലും ഒക്കെ ആണെങ്കിലും അല്ലേ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു അതിനോട് പ്രത്യേകമായിട്ട് ഒരു ഇഷ്ടമുണ്ട്. ശരിക്കും ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സോങ്, അതായത് നിങ്ങൾക്കൊക്കെ പറഞ്ഞാലേ അതറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല, പക്ഷെ എന്നാൽ ആ നോട്ട്സ് എങ്ങനെ ഉണ്ടായിന്നും അതെങ്ങനെ കമ്പോസ് ചെയ്യുന്നു അങ്ങനെ ഒരു ഇപ്പോൾ ഈ മോഹനം എന്ന് പറഞ്ഞ രാഗത്തിലാണ് ഇപ്പം ഞാൻ പാടിയ പാട്ട്. അത് ആക്ച്വലി മോഹനം വേറെ ഏത് കമ്പോസേഴ്സ് ചെയ്യുന്നതെന്നും ഒരു പൊടിക്ക് വ്യത്യസ്തമായിരിക്കും രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്യുന്ന മോഹനം. ഇപ്പം ഏതോ നിത്യതൻ മോഹനത്തിൽ കമ്പോസ് ചെയ്ത പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ രവീന്ദ്ര മോഹനം എന്ന് അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ അത് പെക്യുലിയർ ആയിട്ട് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ആ മോഹനത്തെ ട്രീറ്റ് ചെയ്യുന്നത് രവീന്ദ്ര മാഷ്. അത് പുള്ളിയുടെ ഓൺ ശൈലിയാണ്. ഓൺ ശൈലി. പുള്ളിയുടെ ഏത് മോഹന രാഗത്തിൽ കമ്പോസ് ചെയ്ത പാട്ടിൽ നോക്കിയാലും അത് സാധാരണ കേൾക്കുന്ന മോഹനം പോലെ ഫീൽ ചെയ്യില്ല നമുക്ക്. ചെറിയ എന്തോ ഒരു വ്യത്യസ്തമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ സ്കെൽറ്റന് വരെ നോക്കാറുണ്ട് ഒരു പാട്ടിന്റെ. മിക്ക പാട്ടുകളുടെയും നോക്കുക. ഐ മീൻ ഡിഫിക്കൽട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടിൽ ഞാൻ നോക്കും. അതെങ്ങനെ അതുണ്ടായി, ഏതാണ് അത് എന്നൊക്കെ ശരിക്കും നമ്മൾ അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട പാട്ടാണ് തോന്നിക്കാനേ നോക്കും, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കേട്ട് വിടാറുണ്ട്. അല്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴല്ലേ നമുക്ക് എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ മനസ്സിൽ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് വരും, ആ ഈ പാട്ട് എവിടെയെങ്കിലും നമ്മൾ അല്ലേ എവിടെയെങ്കിലും നമ്മുടെ ഇനി അപ്കമിങ്. എനിക്ക് തന്നെ ഇപ്പൊ കമ്പോസിംഗിൽ ഇപ്പൊ ഈ മോഹനം എന്ന് പറഞ്ഞ രാഗം എവിടെയെങ്കിലും യൂസ് ചെയ്യണം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ഇത്തരം പാട്ടുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അതെ, ഈ പൂമുത്തോളം എന്ന് പറയുന്ന രഞ്ജിൻ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ട്. അത് രഞ്ജിത്തിന്റെ കമ്പോസിഷനിൽ തന്നെ ഏതെങ്കിലും രഞ്ജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട്, എപ്പോഴും പാടാൻ തോന്നുന്ന ഒരു പാട്ട്? കരിനീലക്കണ്ണുള്ള പെണ്ണ് ഇഷ്ടമുള്ള പാട്ടാണ്. എൻ്റെ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കരിനീലക്കണ്ണുള്ള പെണ്ണ്. അപ്പോൾ അവൾക്ക് വേണ്ടി അത് പാടാം. കരിനീലക്കണ്ണുള്ള പെണ്ണ് മഴവില്ലിൻ ചിറകുള്ള പെണ്ണ് കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള് കരിമുകിൽ ചേലായി മിന്നും മുടിമേടഞ്ഞിട്ടോള് കണ്ണിനാൽ നെഞ്ചിനകത്തായെന്നൊരിക്കലമ്പ് നെയ്തതെന്താണ് കണ്ണിനാൽ നെഞ്ചിനകത്തായെന്നൊരിക്കലമ്പ് നെയ്തതെന്താണ്. ശരിക്കും ഞാൻ വിചാരിക്കായിരുന്നു രഞ്ജിത്ത് കമ്പോസ് ചെയ്തൊക്കെ രഞ്ജിത്ത് പാടിയാലും നല്ലതായിരിക്കും. കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഇമോഷൻ കുറച്ചും കൂടെ വർക്ക് ആവില്ലേ? പക്ഷെ അത്രയും ഉൾക്കൊണ്ടിട്ടല്ലേ അത് പാടുക. അല്ല, ഞാൻ പാടുമ്പോൾ മാത്രമായിരിക്കില്ല, എല്ലാ കമ്പോസേഴ്സും അവർ പാടുമ്പോൾ അതിന്റെ വേറെ ഫീൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജയചന്ദ്രൻ ചേട്ടനൊക്കെ കുറച്ച് അങ്ങനെ വരുമ്പോഴാന്ന് തോന്നുന്നത് തന്നെത്താനെ കുറെ പാട്ട് സ്വയം പാടുന്നത്. പെരുമഴക്കാലം ഞാനത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞപ്പോ അത് കുറച്ചുകൂടെ എനിക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ വോയിസ് ക്വാളിറ്റി അതിനെക്കാട്ടിലൊക്കെ ഉപരി അതിന്റെ ഇമോഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കമ്പോസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. ശരിക്കും ആ സിറ്റുവേഷൻസും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് അത്രയും ഉൾക്കൊണ്ടിട്ട് അങ്ങ് പൊട്ടി ഔട്ട്പുട്ട് വരുന്നതല്ലേ അല്ലേ? ഫാമിലി വൈഫ് പാടും. വൈഫ് കുറച്ച് അത്യാവശ്യം പാടും. പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ വലുതായിട്ടൊന്നും പാടുന്നില്ല. പക്ഷെ പാട്ടിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. തെറ്റൊക്കെ പാടിയാലും കമ്പോസ് ചെയ്യുമ്പോൾ പോലെ മിസ്റ്റേക്സ് വന്നാൽ പോലും പറയും. ഇനി വരുന്ന പ്രോജക്റ്റ് തമിഴല്ലാതെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നൊരു പടം നടക്കുന്നു, മലയാളം. പിന്നെ കാവൽ നടക്കുന്നു, നിതിൻ എൻ ജി പണിക്കരുടെ മൂവി. പിന്നെ മെലഡീസ് ആണ്. അല്ല, കർണനിൽ എല്ലാം ഉണ്ട്, എല്ലാ കൈൻഡ് ഓഫ് സോങ്സും ഉണ്ട്. കാവലിൽ 2 മെലഡീസാണ്. കടാവർ എന്നാണ് തമിഴ് മൂവിയുടെ പേര്. അതും 2 മെലഡീസാണ്. പപ്പേട്ടൻ്റെ ഒരു മൂവി വരുന്നുണ്ട്, ആസിഫ് അലി സുരാജേട്ടൻ പ്രൊജക്ട്. അതിൽ ഒരു ചെറിയ ഫാസ്റ്റ് നമ്പറും അല്ല ഒരു മെലഡിയും ഒരു കുറച്ച് ഫൺ ഓറിയന്റഡ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു റൊമാൻസ്, അങ്ങനെ ഒരു ട്രാക്സ് ആണ്. റൊമാൻറ്റിക് ആയാലും അത് മെലഡിയായി മാറും. അല്ല, പക്ഷേ ഇതിൽ റൊമാൻസ് ചേച്ചി ചോദിച്ച പോലെ ഡിഫറെന്റ് അപ്രോച്ച് ആണ്. പപ്പേട്ടന്റെ പ്രൊജക്ട് വരുമ്പോൾ ഞാൻ അയച്ചു തരാം. അതാണ്, അപ്പൊ ഞങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അഭിനയിക്കാൻ ഇഷ്ടമാണ്? എനിക്കോ? എനിക്ക് എന്നെ കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്ടേഴ്സ്. ആരായി ചോദിച്ചതാണോ? ഇല്ല, എനിക്ക് അഭിനയത്തിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ചെയ്യാൻ അറിയാൻ സാധ്യതയില്ല. ഇനി മലയാളത്തിൽ വരുന്ന ഇത് തമിഴില് വേറെ പ്രോജക്റ്റ്? തമിഴിലില്ല, തമിഴില് ഇപ്പൊ കടാവർ മാത്രമാണ് ചെയ്യുന്നത്. തെലുങ്കു? ഇല്ലില്ല, അതൊക്കെ സ്വപ്നങ്ങളുടെ അളവാണ് ഇപ്പൊ പറഞ്ഞത്. സ്വപ്നങ്ങളൊക്കെ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളികളുടെ ശുദ്ധ മനസ്സുള്ള മലയാളികൾ എപ്പോഴും ആശംസിക്കുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. എത്ര ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്.